Hello students, ഓട്ടോമൊബൈൽ ചേസിസിലെ ഒന്നാമത്തെ മൊഡ്യൂളായ ഓട്ടോമൊബൈൽ ചേസിസിൻ്റെ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഷാസി എന്നാണ് പറയുക. അതിൻ്റെ ഇൻട്രൊഡക്ഷൻസ് ആണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത്. സോ വാട്ട് ഈസ് ആൻ ഓട്ടോമൊബൈൽ ഷാസി? ഓട്ടോമൊബൈൽ ഷാസി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ കംപ്ലീറ്റ് വെഹിക്കിൾ വിത്തൗട്ട് ദ ബോഡി. ബോഡി ഇല്ലാതെ ബോഡി മാറ്റി നിർത്തിയിട്ട്, ഇപ്പോൾ ഒരു കൺവെൻഷണൽ ടൈപ്പ് ഒരു ബസ്സോ അല്ലെങ്കിൽ ഒരു ട്രക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബോഡി ഇല്ലാതെ ആ ഫ്രെയിം മാത്രം, ഫ്രെയിമല്ല, ഫ്രെയിമിൻ്റോട് കൂടെ മറ്റു ചില കമ്പോണൻറ്റുകളൊക്കെ ചേരുമ്പോഴുള്ള ആ ഒരു സ്ട്രക്ചറിനാണ് വിളിക്കുന്നത് ഓട്ടോമൊബൈൽ ഷാസി എന്ന്. ഉദാഹരണമാണ്, ഇപ്പോൾ ഇതൊരു ട്രക്കിൻ്റെ ചേസിസ് ആണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു സ്ട്രക്ചറിനാണ് എന്ത് വിളിക്കുന്നത്? ഓട്ടോമൊബൈലിൻ്റെ ഷാസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ ബോഡി ഇല്ലാത്തൊരു പാർട്ടാണ്. അപ്പോൾ അതിൽ ഫ്രെയിമുണ്ട്, ഇതിൽ എന്തൊക്കെയുണ്ട് നോക്കുക നിങ്ങൾ. ഫ്രെയിമുണ്ട്, സ്ട്രക്ചറാണ്, എല്ലാ കമ്പോണൻറ്റിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഫ്രെയിമുണ്ട്. അതേപോലെ എൻജിന്, ട്രാൻസ്മിഷൻ, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, സ്റ്റിയറിംഗ് സിസ്റ്റം, ആക്സിൽ, അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. ഒരു വെഹിക്കിള് റോഡിലൂടെ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം, അതാണ് ഓട്ടോമൊബൈൽ ഷാസി. പിന്നെ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ മേജർ യൂണിറ്റ്സ് നെസസറി ടു പ്രൊപ്പൽ ദ വെഹിക്കിൾ, ഡയറക്റ്റ് ഇറ്റ്സ് മോഷനെ ഡയറക്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും. വെഹിക്കിളിനെ പ്രൊപ്പല് ചെയ്യാനുള്ള സംവിധാനമുണ്ട്, വെഹിക്കിളിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിന് റോഡിലൂടെ സ്മൂത്തായിട്ട് റണ്ണ് ചെയ്യാനുള്ള എല്ലാ സംവിധാനമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഷാസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഷാസി കൺസിസ്റ്റ് ഓഫ് ഫ്രെയിം, ഫ്രണ്ട് ആക്സിൽ, സ്റ്റിയറിംഗ് സിസ്റ്റം, റിയർ ആക്സിൽ, സസ്പെൻഷന്, ട്രാൻസ്മിഷൻ, ബ്രേക്കിംഗ് സിസ്റ്റം, എൻജിന്, ഇലക്ട്രിക്കൽ സിസ്റ്റം. ഇനി ഷാസി നമുക്ക് സബ് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പവർ പ്ലാന്റ് ഉണ്ട്, റണ്ണിങ് ഗിയർ ഉണ്ട്. പവർ പ്ലാന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻജിൻ ആൻഡ് പവർ ട്രാൻസ്മിഷൻ അസംബ്ലി. എൻജിനും പവർ ട്രാൻസ്മിഷൻ അസംബ്ലിയും കൂടി ചേർന്നതാണ് പവർ പ്ലാന്റ്. റണ്ണിങ് ഗിയർ എന്ന് പറഞ്ഞാലോ, റണ്ണിങ് ഗിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രെയിം, സ്റ്റിയറിംഗ് സിസ്റ്റം, സസ്പെൻഷൻ സിസ്റ്റം, ബ്രേക്ക്, വീല്, ടയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് റണ്ണിങ് ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും, ഓരോ കമ്പോണൻറ്റുകളും നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ട് രീതിയിൽ ഒരു ഷാസിയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെ? അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. എബോവ് മെൻഷൻഡ് കമ്പോണൻസ് ആർ മൗണ്ടഡ് ബൈ 2 ways. ഒന്ന് കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ ആൻഡ് ഫ്രെയിംലെസ് കൺസ്ട്രക്ഷൻ. എന്താണ് കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ? കൺവെൻഷണൽ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ഫ്രെയിം യൂസ്ഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹെവി വെഹിക്കിളിൻ്റെ ബോഡിയൊക്കെ, ഹെവി വെഹിക്കിളൊക്കെ എന്താണ് കൺവെൻഷണൽ കൺസ്ട്രക്ഷനാണ്. അതിൽ ഫ്രെയിം കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രെയിം ഉണ്ടാവും, 2 എണ്ണം. പിന്നെ അതിൻ്റെ ഇടയിൽ ക്രോസ് ഫ്രെയിമുകളുണ്ടാവും, ട്രാൻസ്വേഴ്സ് ഫ്രെയിമുകളുണ്ടാവും. പിന്നെ അതിൻ്റെ മുകളിലാണ് എൻജിനും മറ്റു കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. പിന്നെ അതിൻ്റെ മുകളിലാണ് ബോഡി കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യണത്, കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള സെപ്പറേറ്റ് ഫ്രെയിം ഉപയോഗിക്കുന്നു. സെപ്പറേറ്റ് ഫ്രെയിം, സെപ്പറേറ്റ് ബോഡി.
ഫ്രെയിം സെപ്പറേറ്റ് ഒന്നുണ്ടാവും, പിന്നെ ബോഡി ഒന്നുണ്ടാവും. അങ്ങനെ ഒക്കെ രണ്ടും എന്താണ്, സെപ്പറേറ്റാണ്. ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് കൺവെൻഷനൽ കൺസ്ട്രക്ഷൻ. ഇതാണ് ബസ്സുകളിലും ട്രക്കുകളിലൊക്കെ, ഹെവി വെഹിക്കിളുകളിലൊക്കെ, ഹെവി ലോഡ് ക്യാരി ചെയ്യേണ്ട വെഹിക്കിളുകളൊക്കെ കണ്ടുവരുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്തു വരുന്നൊരു രീതിയാണ് കൺവെൻഷനൽ കൺസ്ട്രക്ഷൻ. ഓക്കെ. പിന്നെ അടുത്ത ടൈപ്പാണ് ഫ്രെയിംലെസ് കൺസ്ട്രക്ഷൻ. ഫ്രെയിംലെസ് കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ കാറുകൾ, എല്ലാ കാറുകളും അതുപോലെ ചെറിയ ലൈറ്റ് വെഹിക്കിളുകളൊക്കെ എന്താണ്, ഫ്രെയിംലെസ് കൺസ്ട്രക്ഷനാണ്. ഫ്രെയിംലെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രെയിമും അതേപോലെ തന്നെ ബോഡിയും തമ്മിൽ സെപ്പറേഷൻ അല്ല, ഒക്കെ ഒറ്റ ഒന്നാണ്, കമ്പൈൻഡ്. ഇപ്പോൾ കാറുകളൊക്കെ അങ്ങനെയാണല്ലോ, കമ്പൈൻഡ് സ്ട്രക്ചറാണ്. അതിൻ്റെ ഒരു ഫിഗർ ഉണ്ടാവും. ഇതാണ് കൺവെൻഷനൽ, ഇതാണ് കേട്ടോ, ഇതാണ് കൺവെൻഷനൽ ടൈപ്പ്. കൺവെൻഷനൽ ടൈപ്പ്. അപ്പോൾ ട്രക്ക്, ഹെവി വെഹിക്കിളൊക്കെയുള്ള ഒരു മോഡലാണിത്. ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ബോഡി പ്ലേസ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് കൺവെൻഷനൽ. ഇവിടെ സെപ്പറേറ്റ് ഫ്രെയിം, സെപ്പറേറ്റ് ബോഡി. ഇനി യൂണിറ്റൈസ്ഡ് കരിയർ എന്ന് പറയുമ്പോൾ ഇതാണ് യൂണിറ്റൈസ്ഡ് കരിയർ. മറ്റൊരു ഫിഗർ ഇതില്ല, ഒറ്റ ഫിഗർ തന്നെ ഉള്ളൂ. യൂണിറ്റ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ കൺസ്ട്രക്ഷൻ എന്ന് വിളിക്കും. ഇൻ്റഗ്രൽ അല്ലെങ്കിൽ യൂണിറ്റ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഫ്രെയിംലെസ് അല്ലെങ്കിൽ മോണോ ചേസിസ്. ഫ്രെയിംലെസ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഫ്രെയിം ഉണ്ടാവില്ല. ഏതുപോലെ നീളത്തിലുള്ള രണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ മെമ്പർ, പിന്നെ ട്രാൻസ്വേഴ്സ് മെമ്പർ, ഇങ്ങനെ ആ രീതിയിലൊന്നും ഇതിലുണ്ടാവില്ല. പകരം എന്താ ഉള്ളത്, ഈ ബോഡിയും ഫ്രെയിമും എല്ലാം കൂടി ഒറ്റ ഒന്നായിരിക്കും. അതൊരു ഇൻ്റഗ്രൽ കൺസ്ട്രക്ഷൻ, മൊത്തത്തിലുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഈ ഫ്രെയിംലെസ് വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെയാണ് എൻജിന് കണക്ട് ചെയ്യുന്നത്, ട്രാൻസ്മിഷൻ സിസ്റ്റം, പിന്നെ എല്ലാ കമ്പോണൻറ്റുകളും. ഇതിന് നമ്മൾ പറഞ്ഞല്ലോ, ഇതുവരെ ഇത്ര എണ്ണം കമ്പോണൻറ്റുകളൊക്കെ പറഞ്ഞു. ഈ കമ്പോണൻസുകളൊക്കെ കംപ്ലീറ്റായിട്ട് കണക്ട് ചെയ്യുന്നത് ആ ഒരു യൂണിറ്റൈസ്ഡ് അല്ലെങ്കിൽ ഇൻ്റഗ്രലായിട്ടുള്ള ഒരു ഫ്രെയിം, അല്ലെങ്കിൽ ബോഡി ആൻഡ് ഫ്രെയിം. ബോഡിയും ഫ്രെയിമും കൂടി ഒന്നാണ് അവിടെ സെപ്പറേറ്റ് ബോഡി, സെപ്പറേറ്റ് ഫ്രെയിം, അങ്ങനെയല്ല, ഒറ്റ ഒരു പ്ലാറ്റ്ഫോമിലാണ് എല്ലാം നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് ഫ്രെയിംലെസ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി ചേസിൻ്റെ ക്ലാസിഫിക്കേഷന് ഒന്ന്, അക്കോർഡിംഗ് ടു ഇറ്റ്സ് കൺട്രോൾ അനുസരിച്ചിട്ട് കൺവെൻഷനൽ ചേസിസ് എന്ന് പറയുമ്പോൾ എൻജിൻ ഫിറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡ്രൈവർ ക്യാബിൻ. ഡ്രൈവർ ക്യാബിൻ്റെ മുന്നിലായിട്ട് എൻജിന് വരുന്ന വെഹിക്കിളൊക്കെയാണ് എന്ത് വിളിക്കുന്നത്, കൺവെൻഷനൽ ചേസിസ് എന്ന് വിളിക്കുന്നത്. അതപ്പോൾ നമ്മുടെ ടാറ്റൻ്റെ ട്രക്ക്, കാറുകളൊക്കെ കൺവെൻഷനൽ ചേസാണ് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇപ്പം ഇങ്ങനെയുള്ളൊരു ഇപ്പോൾ 407 ഒക്കെ ഉണ്ടല്ലോ വെഹിക്കിള്, അല്ലെങ്കിൽ പണ്ടത്തെ ലോറി. എൻജിൻ കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ടിലാണ് കേട്ടോ. എൻജിൻ കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ട് തന്നെ വേണം. ഡ്രൈവർ ക്യാബിൻ്റെ മുന്നിലായിട്ട് ഫുള്ള് വേണം. എൻജിന് കംപ്ലീറ്റ് ആയിട്ട്, ഇത് എൻജിനാണ്, ഡ്രൈവർ ക്യാബിൻ, ഇത് ഡ്രൈവറിൻ്റെ ക്യാബിനാണ്. ഡ്രൈവർ ക്യാബിൻ്റെ മുന്നിലായിട്ട് കംപ്ലീറ്റ് എൻജിൻ അസംബ്ലി വരണം. അതിനാണ് കൺവെൻഷനൽ ചേസിസ് എന്ന് വിളിക്കുന്നത്. ഇനി സെമി ഫോർവേഡ് ചേസിസ് എന്ന് പറയുമ്പോൾ ഹാഫ് ഓഫ് എൻജിൻ അറ്റ് ഡ്രൈവർ ക്യാബിൻ.
ഡ്രൈവറിൻ്റെ ക്യാബിനിൽ എൻജിൻ്റെ ഒരു പകുതി ഭാഗം ഡ്രൈവറിൻ്റെ ക്യാബിനിലായിരിക്കും, പകുതി ഭാഗം പുറത്തായിരിക്കും. ആ ഒരു രീതിയിൽ വരുന്ന വെഹിക്കിളാണ് സെമി ഫോർവേഡ് ചേസിസ് വെഹിക്കിൾ. ഓക്കെ. അപ്പോൾ പിന്നെ ഫുൾ ഫോർവേഡ് ചേസ് എന്ന് പറയുമ്പോൾ എൻജിന് കംപ്ലീറ്റ് ആയിട്ട് ക്യാബിൻ്റെ ഉള്ളിലാണ്. ബസ്സിലൊക്കെ അങ്ങനെയാണല്ലോ, എൻജിൻ കംപ്ലീറ്റ് ആയിട്ട് ക്യാബിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ മാക്സിമം ഏരിയ യൂട്ടിലൈസ്ഡ് ടു അക്കോമഡേറ്റ് പാസഞ്ചേഴ്സ് ആൻഡ് ഗുഡ്സ്. കംപ്ലീറ്റ് മാക്സിമം ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. മറ്റേത് ഏതിൽ ഫുൾ ഫോർവേഡ് ടൈപ്പിൽ, മറ്റേലാണെങ്കിൽ ഈ എൻജിന് കംപ്ലീറ്റ് പുറത്താണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇരിക്കാനൊന്നും പറ്റില്ല, പാസഞ്ചേഴ്സിന് ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. ഈ ഫുൾ ഫോർവേഡ് ആകുമ്പോൾ എൻജിന് നേരെ സെൻറ്ററിലുണ്ട്, പിന്നെ 2 സൈഡിലും മറ്റൊക്കെ ഇരിക്കാൻ പറ്റും, അതിൻ്റെ മുകളിൽ ഇരിക്കാൻ പറ്റും. ഡ്രൈവർ ക്യാബിൻ്റെ കംപ്ലീറ്റ് ഉള്ളിൽ വരുന്നതാണ് ഫുള്ളി ഫോർവേഡ് ടൈപ്പ്. പിന്നെ ട്രാക്റ്റീവ് എഫേർട്ട് പറയുമ്പോൾ ദ ഫോഴ്സ് അവൈലബിൾ അറ്റ് ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ഡ്രൈവ് വീൽ ടയേഴ്സ് ആൻഡ് റോഡും പിന്നെ ടയറും തമ്മിലുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാക്റ്റീവ് എഫേർട്ട്. അത് ഈ ടയറിൻ്റെയും വീലിൻ്റെയും റോഡിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഒരു കോണ്ടാക്റ്റിൽ വരുന്ന ഒരു ഫോഴ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് ട്രാക്റ്റീവ് എഫേർട്ട്. ട്രാക്ഷൻ എന്ന് പറഞ്ഞാലോ ദ എബിലിറ്റി ഓഫ് ദ ഡ്രൈവ് വീൽസ് ടു ട്രാൻസ്മിറ്റ് ദിസ് എഫേർട്ട് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടയർ ആൻഡ് റോഡ്. ഇഫ് ട്രാക്ഷൻ ലോസ്, റോഡ് ഗ്രിപ്പ് ലോസ്. അത് ആ ഡ്രൈവ് വീലിന് മുന്നോട്ട് ചലിക്കാനുള്ള ഒരു എബിലിറ്റിക്ക് വിളിക്കുന്ന പേരാണ് ട്രാക്ഷൻ. സ്ലിപ്പൊന്നും ഇല്ലാതെ. അപ്പോൾ ഈ ട്രാക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ വെഹിക്കിൾ മുന്നോട്ട് പോകാൻ പറ്റൂല. പിന്നെ വീൽ ട്രാക്ക് ആൻഡ് വീൽ ബേസ്. വീൽ ട്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വീൽ ട്രാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ട്രാക്ക് എന്ന് പറഞ്ഞത് the distance between centers of the wheel in an axle. ഒരു ആക്സിൽ എടുക്കുക, ഒന്നെങ്കിൽ ഈ ആക്സിൽ എടുക്കുക അല്ലെങ്കിൽ ഈ ആക്സിൽ എടുക്കുക. എന്നിട്ട് ഈ ടയറിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് വീൽ ട്രാക്ക്. അല്ലെങ്കിൽ റിയർ വീലിൻ്റെ സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് എന്ത്? ഒരു ആക്സിൽ കേട്ടോ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് വീൽ ട്രാക്ക്. അടുത്തത് വീൽ ബേസ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ആക്സിൽ സെൻറ്റർ. 2 ആക്സിൽ സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് വീൽ ബേസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ മുതൽ ഇവിടം വരെ ആക്സിൽ സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. പിന്നെ ബോഡി എന്നാൽ ഇറ്റ് ഈസ് എ സൂപ്പർ സ്ട്രക്ചർ ഓഫ് ദ വെഹിക്കിളിൻ്റെ ഒരു സൂപ്പർ സ്ട്രക്ചർ എന്നാണ് ബോഡിയെ വിളിക്കുന്നത്. ചേസിസ് ആൻഡ് ബോഡി മേക്സ് എ കംപ്ലീറ്റ് വെഹിക്കിൾ. ചേസിസും ബോഡിയും എല്ലാം കൂടി ചേർന്നതാണ് ഒരു കംപ്ലീറ്റ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഫോർ സ്മാൾ ആൻഡ് ലൈറ്റ് കാർ ബോഡി ദ ചേസിസ് ആർ മെയ്ഡ് ആസ് സിംഗിൾ യൂണിറ്റ്, ബട്ട് ഇൻ ലാർജ് വെഹിക്കിൾ ബോത്ത് ആർ മെയ്ഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ചെറിയ കാറുകൾക്കും ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിളിനൊക്കെ ഒരു സിംഗിൾ യൂണിറ്റ്, ഇൻ്റഗ്രൽ യൂണിറ്റ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. പക്ഷേ ലാർജ് വെഹിക്കിളിന് ഓരോന്നും സെപ്പറേറ്റാണ് ഉണ്ടാക്കുന്നത്. അതാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ജനറലി ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം മെറ്റൽ ഓർ ഫൈബർ. ബോഡി ഉണ്ടാക്കുന്നത് മെറ്റൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫൈബറോ ആണ്, ഷീറ്റ് മെറ്റലാണ്. മെയിൻ പർപ്പസ് ഓഫ് കാർ ബോഡി ഈസ് ടു പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദ പാസഞ്ചേഴ്സ് ആൻഡ് ആൾസോ ഗുഡ് ലുക്ക്. ഒരു ബോഡിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ നൽകുക, യാത്രക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക, കംഫേർട്ട് കൊടുക്കുക. അതുപോലെ
ഗുഡ് ലുക്കിംഗ് വെഹിക്കിൾ കാണാൻ ഒരു ഗുഡ് ലുക്കിംഗ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഫ്രെയിമിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ഈസ് എ സപ്പോർട്ടിംഗ് കമ്പോണൻ്റ് ഓഫ് ഓട്ടോമൊബൈൽ വെഹിക്കിൾ കമ്പോണൻസിൻ്റെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഫോർ ക്യാരിയിങ് ദ എൻജിൻ, ട്രാൻസ്മിഷൻ സിസ്റ്റം, സ്റ്റിയറിംഗ് സിസ്റ്റം ബൈ മീൻസ് ഓഫ് സ്പ്രിംഗ്, ആക്സിൽ, റബ്ബർ പാഡ്സ് etc. എൻജിന്, അതുപോലെ ട്രാൻസ്മിഷൻ സിസ്റ്റം, സ്റ്റിയറിംഗ് സിസ്റ്റം, സ്പ്രിങ്, ആക്സിൽ, റബ്ബർ പാഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഓരോ എൻജിൻ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3 പോയിൻ്റ് ഉണ്ട്. 3 റബ്ബർ പാഡ് ഉപയോഗിച്ചിട്ട് ഹിഞ്ച് ചെയ്ത് വെക്കണം, ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് ആ ഒരു റബ്ബർ പാഡൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ 3 പോയിൻ്റ്, ആ പോയിൻ്റൊക്കെ ഇവിടെ വെക്കൽ ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് വേണം വെക്കാൻ. അതേപോലെ മറ്റ് സപ്പോർട്ട് ചെയ്യാൻ, ബോൾട്ട് ചെയ്യാൻ, ഇപ്പോൾ ഗിയർ ബോക്സ് വെച്ചിട്ട് ബോൾട്ട് ചെയ്യാന്നിട്ട് ഒക്കെ ഉണ്ടാവുമല്ലോ, ഒക്കെ ഇവിടെ ചെയ്യൽ ഫ്രെയിമിലാണ് ചെയ്യൽ. The frame are made of box, tubular, channel, U-shaped section, welded or riveted together. ഫ്രെയിം, ചാനൽ സെക്ഷൻ ഉണ്ട്, ബോക്സ്. അതായത് ഫ്രെയിം ഉദ്ദേശിക്കുന്ന നീളത്തിലുള്ള മെമ്പറുകളുണ്ടല്ലോ, നീളത്തിലുള്ള ക്രോസ് ആയിട്ട് വരുന്ന മെമ്പറൊക്കെ കട്ട് ചെയ്താൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ വ്യൂ ആണിത്. ചാനൽ സെക്ഷൻ ഉണ്ടാവാം, ബോക്സ് ഉണ്ടാവാം, ഐ സെക്ഷന്, ഹാറ്റ് സെക്ഷന്, ട്യൂബുലർ സെക്ഷൻ ഇതൊക്കെ ഉണ്ടാവും. ഇനി ലോഡ്സ് ആക്ടിങ് ഓൺ ചേസിസ് ഫ്രെയിമിൽ ആക്ട് ചെയ്യുന്ന ഏതെല്ലാം ലോഡുകളുണ്ട്? ഒന്ന്, ഷോർട്ട് ഡ്യൂറേഷൻ ലോഡ് വൈൽ ക്രോസിങ് എ ബ്രോക്കൺ പാച്ച്. എന്തെങ്കിലും ഗട്ടറുകളോ ഒക്കെ വെഹിക്കിൾ ടേക്ക് ചെയ്യുന്ന സമയത്ത്, ക്യാരി ചെയ്യുന്ന സമയത്ത്, ഗട്ടറിലൂടെ പോകുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരു ലോഡ്. മൊമെൻ്ററി ഡ്യൂറേഷൻ ലോഡ് വരുമ്പോൾ വൈൽ ടേക്കിങ് കർവ് എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ലോഡ്, വെഹിക്കിളിന് ലോഡ് ഉണ്ടാവും, അതാരും എടുക്കണം? ഈ ഫ്രെയിം ക്യാരി ചെയ്യണം. പിന്നെ ഇമ്പാക്റ്റ് ലോഡ് ഡ്യൂ ടു ദ കൊളീഷൻ ഓഫ് ദ വെഹിക്കിൾ. ഇൻ കേസ് ഓഫ് ആക്സിഡൻറ്റ് ദ വെഹിക്കിൾ ഹാസ് ടു ടേക്ക് ഇമ്പാക്റ്റ് ലോഡ്. ആക്സിഡൻറ്റിൻ്റെ സമയത്തൊക്കെ ഒരു ലോഡ് ഉണ്ടാകും, ഇമ്പാക്റ്റ് ലോഡ് എന്ന് പറയും. ആ ഇമ്പാക്റ്റ് ലോഡ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഇമ്പാക്റ്റ് ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഫ്രെയിമിന് വേണം. അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ചില വെഹിക്കിളിനൊക്കെ ഫ്രെയിം നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ആക്സിഡൻറ്റിൽ പാസഞ്ചേഴ്സിന് പറ്റുന്ന പരിക്കുകളും കുറവായിരിക്കും. അതേസമയം യൂണിറ്റൈസ്ഡ് ബോഡിയൊക്കെ ആണെങ്കിൽ, കാറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ വെയ്റ്റ്ലെസ് ആയിരിക്കും. അതിൻ്റെയൊക്കെ വെയ്റ്റ്ലെസ് അല്ല, വെയിറ്റ് വളരെ കുറവായിരിക്കും ബാക്കിയുള്ളതിനെ സംബന്ധിച്ച്. അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്നായിട്ട് ചളുങ്ങിപ്പോവും. ഫ്രെയിം നല്ല ഉഷാറാണെങ്കിൽ ലോഡ് കൂടുതൽ ക്യാരി ചെയ്യും. അപ്പം അതിൻ്റെ ആക്സിഡൻറ്റിൻ്റെ എഫക്റ്റ് കുറയും. പിന്നെ ഇനേർഷ്യ ലോഡ് പറയുമ്പോൾ വെൽ അപ്ലൈങ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഒരു ലോഡ് ഫ്രെയിമിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അത് ആരെടുക്കണം? ഫ്രെയിം എടുക്കണം. സ്റ്റാറ്റിക് ലോഡ്സ് ഡ്യൂ ടു ചേസിൻ്റെ പാർട്ടുകൾ, ഒരു കുറേ പാർട്സുകളുണ്ടല്ലോ, ആ പാർട്സിൻ്റെയൊക്കെ ആ വെയിറ്റ് ഈ ചേസ് താങ്ങി നിർത്തണം. ഓവർലോഡ്, ഡിസൈൻ കപ്പാസിൻ്റെ അപ്പുറത്തേക്ക് ഇനി ആരെങ്കിലുമൊക്കെ വെയിറ്റ് ആഡ് ചെയ്യുമ്പോൾ അതും എടുക്കേണ്ടി വരും.
അതുപോലെ കൂടുതൽ പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യുമ്പോൾ അപ്പോഴൊരു ഓവർലോഡാണ്, അതും ഈ ഫ്രെയിം എടുക്കേണ്ടി വരും. ഇനി ഫങ്ഷൻസ് ഓഫ് ഫ്രെയിമിൻ്റെ ഫങ്ഷൻ ടു സപ്പോർട്ട് ചേസിസ് കമ്പോണൻസ് ആൻഡ് ദ ബോഡിയെയും അതുപോലെ മറ്റുള്ള എൻജിൻ കമ്പോണൻറ്റുകളൊക്കെ ബാക്കിയുള്ള കമ്പോണൻറ്റുകളൊക്കെ സപ്പോർട്ട് ചെയ്യാം. ടു വിത്ത്സ്റ്റാൻഡ് ദ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ലോഡ് ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്, സ്റ്റാറ്റിക് അതുപോലെ ഡൈനാമിക് ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാം. ടു വിത്ത്സ്റ്റാൻഡ് ലോഡ് ഓഫ് ദ ബോഡിയുടെ ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാം. ടു ക്യാരി ലോഡ് ഓഫ് പാസഞ്ചേഴ്സ് ഗുഡ്സ്. ടു വിത്ത്സ്റ്റാൻഡ് സ്ട്രെസ്സസ് കോസ്ഡ് ഡ്യൂ ടു അൺഈവൻ റോഡ് കണ്ടീഷൻ. അൺഈവൻ ആയിട്ടുള്ള റോഡ് കണ്ടീഷൻ കാരണമായിട്ട് വരുന്ന പല ലോഡുകളുണ്ടാവും, അത് ക്യാരി ചെയ്യണം. പിന്നെ വെഹിക്കിൾ ടേൺ ചെയ്യുന്ന സമയത്ത്, സഡൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, ആക്സലറേഷൻ്റെ സമയത്ത്, ആ സമയത്തൊക്കെ വരുന്ന ലോഡുകളുണ്ട്, അതൊക്കെ ഈ ഫ്രെയിം ക്യാരി ചെയ്യണം. ഇത് പറഞ്ഞിട്ടുള്ളത് ഫ്രെയിമും ആക്സിലും, വെഹിക്കിളിൻ്റെ ആക്സിലുണ്ടല്ലോ അത് ക്യാരി ചെയ്യേണ്ടതാണ്. അത് ചോദിച്ചാലും ഈ കാര്യങ്ങൾ തന്നെ എഴുതാം. പിന്നെ ഫ്രെയിമിൻ്റെ ഫങ്ഷൻസ് ചോദിച്ചാലും ഈ കാര്യങ്ങൾ തന്നെ എഴുതാവുന്നതാണ്. പിന്നെ ടൈപ്സ് ഓഫ് ഫ്രെയിമുകൾ പലതരത്തിലുണ്ട്. കൺവെൻഷണൽ ഫ്രെയിം, ഇൻറ്റഗ്രൽ ഫ്രെയിം, സെമി ഇൻറ്റഗ്രൽ ഫ്രെയിം, ഡബിൾ ക്രാഡിൽ ടൈപ്പ് ഫ്രെയിം. ഇതാണ് കൺവെൻഷണൽ ഫ്രെയിം അല്ലെങ്കിൽ ലാഡർ ഫ്രെയിം അല്ലെങ്കിൽ എച്ച് ഫ്രെയിം എന്ന് പറയും. സാധാരണ ഹെവി വെഹിക്കിളിലൊക്കെ ഉള്ള ഫ്രെയിമാണ്, ബസ്സിലും വലിയ ട്രക്കിലൊക്കെ ഉള്ള ടൈപ്പ് ഫ്രെയിമാണ് ലാഡർ ഫ്രെയിം അല്ലെങ്കിൽ എച്ച് ഫ്രെയിം എന്ന് പറയും. പിന്നെ എക്സ് ഫ്രെയിം എക്സ് ഷേപ്പിൽ. പിന്നെ ഇൻറ്റഗ്രൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻറ്റഗ്രൽ ഫ്രെയിം. പിന്നെ ഡബിൾ ക്രാഡിൽ ടൈപ്പ് ഫ്രെയിമാണ്. അത് ഈ ബൈക്കിൻ്റെ ഒക്കെ വേണ്ടിയില്ല ഫ്രെയിം. ബൈക്കിൻ്റെ ഒക്കെ ഫ്രെയിം ഇങ്ങനെ വന്നിട്ട് അങ്ങനെയല്ല ബൈക്കിൻ്റെ ഫ്രെയിം, ഇവിടെ എഞ്ചിൻ വരും. അപ്പോൾ ആ ഒരു ടൈപ്പുള്ള ഫ്രെയിമാണ് ഡബിൾ ക്രാഡിൽ ടൈപ്പ് ഫ്രെയിം. ഓക്കെ, അത് ആ ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം കേട്ടോ. താങ്ക് യു.